നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ വടക്കൻ കേരളത്തിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. രണ്ടാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ രാവിലെ 8 മണിയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് നടന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ 70.9% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അന്തിമ കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നൽകും. വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ മൂലം പോളിംഗ് നിർത്തിവെച്ച ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നാളെ റീപോളിംഗ് നടത്തും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ നാളെ പൊതു അവധി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമടക്കമാണ് അവധി. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് വരവൂർ പഞ്ചായത്തിലെ നടുവട്ടത്ത് AC മൊയ്തീൻ MLA വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയത് UDF പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയാക്കി. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് MLA കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് കാണിച്ച് UDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വരവൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് MLA ബോർഡ് വെച്ച ഔദ്യോഗിക വാഹനത്തിൽ കുന്നംകുളം MLA-യായ AC മൊയ്തീനും CPM നേതാക്കളും വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥന നടത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനം ചട്ടലംഘനമാണെന്ന് ആരോപിച്ചാണ് UDF പ്രതിഷേധിച്ചത്. അല്ല, വീട് കയറി മീറ്റിംഗ് നടത്താണ് സാറേ. വീട് കയറി മീറ്റിംഗ് നടത്താണ് അല്ലാതെ അതല്ല. വീട് കയറി മീറ്റിംഗ് നടത്താണ്. ആറിനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ MLA ഒന്ന് വരും, കുഴപ്പമില്ലെങ്കിൽ. ഞങ്ങളുടെ UDF-ന്റെ പുറത്തത്തെ ഏതെങ്കിലും ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഈ വാർത്ത ആളുകളല്ല എന്നുള്ളത്. എല്ലാ പ്രാവശ്യം ഇലക്ഷൻ ആകുമ്പോൾ പല സ്ഥലത്ത് ആളുകളെ കൊണ്ടുവരിക. ഇത് ഈ രീതിയിലുള്ള പരിപാടികൾ എത്ര കാലങ്ങളായിട്ടുള്ളതാ. AC മൊയ്തീന് മാത്രമല്ല, വേറെ ആൾക്കാരാണ്. മുരളിയേട്ടനാണ് ദേശമത്തെ. ഞങ്ങളിവിടെ കാണണല്ലേ, ദേശമത്തെ മുരളിയേട്ടനാണ് ഇവിടെ. ഞങ്ങളിവിടെ ഇവിടെ ഈ നാട്ടിലെ ആൾക്കാർ നമുക്കറിയാം ഇവിടെ ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകണമെന്നുള്ളത്. UDF പ്രവർത്തകർ MLA-യുടെയും CPIM നേതാക്കളുടെയും വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് UDF പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. സംഭവത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകിയിട്ടുണ്ട്. ചാവക്കാട് നഗരസഭയിലെ 33 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. രാവിലെ 9 മണിക്ക് ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ സ്കൂളിൽ ഓരോ ബൂത്തുകളിലെയും പ്രിസൈഡിംഗ് ഓഫീസർമാർ മെഷീൻ കൈപ്പറ്റി. തുടർന്ന് മെഷീനുകളും മറ്റ് പോളിംഗ് സാമഗ്രികളും കൈപ്പറ്റി വാഹനങ്ങളിൽ അതത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോയി. പോളിംഗുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ വ്യവസായ വകുപ്പ് മാനേജർ S. ഷീബ പറഞ്ഞു. ചാവക്കാട് നഗരസഭയുടെ റിട്ടേണിംഗ് ഓഫീസറാണ്. 2025 തദ്ദേശ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചാവക്കാട് നഗരസഭയുടെ 33 വാർഡുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചാവക്കാട് MR രാമൻ ഹൈസ്കൂളിൽ പുരോഗമിച്ച് ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 33 വാർഡുകൾക്ക് 33 പോളിംഗ് സ്റ്റേഷനാണ് ചാവക്കാട് നഗരസഭയ്ക്കുള്ളത്. എല്ലാ പോളിംഗ് സ്റ്റേഷനിലും അഷ്വേർഡ് മിനിമം ഫെസിലിറ്റീസ് എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് സർക്കാരിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഹരിത ചട്ടങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ വർഷം നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വന്നൂർ ബ്ലോക്കിന് കീഴിലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൈപ്പറ്റി നിശ്ചയിച്ച ബൂത്തുകളിലേക്ക് മടങ്ങി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സജ്ജമാക്കിയ വിതരണ കേന്ദ്രത്തിൽ നിന്നും ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ 50ഓളം വരുന്ന സാമഗ്രികൾ വിതരണം നടത്തിയത്. വേലൂർ, കടങ്ങോട്, കണ്ടാണശ്ശേരി, ചൂണ്ടൽ, ചൊവ്വന്നൂർ, പോർക്കുളം, കാട്ടകമ്പാൽ, കടവല്ലൂർ എന്നീ 8 പഞ്ചായത്തുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണമാണ് നടന്നത്. വരണാധികാരിയിൽ നിന്നും സാമഗ്രികൾ ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥർ
തങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള ബൂത്തുകളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ ബസ്സുകളിൽ കോളേജിൽ നിന്ന് മടങ്ങി. ബുധനാഴ്ച വൈകിട്ടോടെ പോളിംഗ് ബൂത്തുകൾ സജ്ജമാകും. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതലാണ് പോളിംഗ് ആരംഭിക്കുക. വൈകിട്ട് 6 വരെ വോട്ട് രേഖപ്പെടുത്താനാകും. 6 മണിക്ക് വരിയിൽ നിൽക്കുന്ന മുഴുവൻ വോട്ടർമാർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിരിക്കും. വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം EVM അടക്കമുള്ള വോട്ടിംഗ് മെഷീൻ ശ്രീകൃഷ്ണ കോളേജിൽ സജ്ജമാക്കിയ സ്ട്രോങ് റൂമിലെത്തിച്ച് സൂക്ഷിക്കും. ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. കുന്നംകുളം, ഗുരുവായൂർ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും AR ക്യാമ്പിൽ നിന്നുമായി നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി വിന്യസിച്ചിട്ടുള്ളത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. 17 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായുള്ളത്. 6 എണ്ണം ഹൈ സെൻസിറ്റീവ് ബൂത്തുകളാണ്. പുന്ന, പുത്തൻകടപ്പുറം, എടക്കഴിയൂർ, കടപ്പുറം, പുതിയങ്ങാടി, അഞ്ചങ്ങാടി എന്നിവിടങ്ങളിലാണ് ഹൈ സെൻസിറ്റീവ് ബൂത്തുകൾ. ഇവിടങ്ങളിൽ പോലീസ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഹൈ സെൻസിറ്റീവ് ബൂത്തുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ചാവക്കാട് SHO VV വിമൽ പറഞ്ഞു. ചാവക്കാട് മേഖലയിൽ 200ഓളം പോലീസിനെയാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ പോലീസ് മേഖലയിൽ പട്രോളിംഗ് ശക്തമാക്കിയതായും SHO പറഞ്ഞു. പുതുതായി രൂപീകരിച്ച 2 വാർഡുകളടക്കം 22 വാർഡുകളുള്ള കടവലൂർ പഞ്ചായത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയും 2ാം വാർഡ് വടക്കുമുറിയിലാണ്. 6 സ്ഥാനാർത്ഥികളാണ് വടക്കുമുറിയിൽ നിന്നും മത്സര രംഗത്തുള്ളത്. UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗിലെ സുഹൈലാണ് പഞ്ചായത്തിലെ ചെറുപ്രായക്കാരൻ. ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള സുഹൈൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത്. MSF പഞ്ചായത്ത് സെക്രട്ടറി, നിയോജക മണ്ഡലം പ്രസിഡന്റുമായ സുഹൈലിന്റെ കന്നി അംഗമാണ് ഈ തെരഞ്ഞെടുപ്പ്. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിരുന്ന VM കുഞ്ഞുമുഹമ്മദ് കോൺഗ്രസ് റിബലായി മത്സര രംഗത്തുണ്ട്. കോൺഗ്രസിന് സീറ്റ് നൽകാതെ ലീഗിന് നൽകിയതിലുള്ള അതൃപ്തിയാണ് കുഞ്ഞുമുഹമ്മദ് സ്വതന്ത്രനായി മത്സരിക്കാൻ ഇടയായത്. ഇടതുപക്ഷ സ്വതന്ത്രനായാണ് നസ്രത്ത് അബ്ദുൾ ഖാദർ ജനവിധി തേടുന്നത്. NDAയുടെ വിശാഖ് സുരേഷ്, SDPIയുടെ ഉബൈദ്, ഇടതുപക്ഷ സന്തത സഹചാരിയായിരുന്ന റഫീഖ് കടവലൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സര രംഗത്തുണ്ട്. വാതിലിന്റെ ഇരുമ്പഴിക്കുള്ളിൽ മണിക്കൂറുകളോളം തലകുടുങ്ങിക്കിടന്ന് മരണത്തോട് മല്ലിട്ട തെരുവ് നായക്കുട്ടിയെ രക്ഷപ്പെടുത്തി. ഗുരുവായൂർ പാലയൂർ മോസ്കോ നഗറിൽ കാരക്കയിൽ ആസിഫിന്റെ വീട്ടുവളപ്പിലെ വാതിലിലാണ് നായക്കുട്ടി കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രി കരച്ചിൽ കേട്ടെത്തിയപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത്. ഏറെ നേരം പാടുപെട്ടിട്ടും നായക്കുട്ടിയെ രക്ഷപ്പെടുത്താനായില്ല. വീട്ടുകാർ ഭക്ഷണവും വെള്ളവും നൽകിയെങ്കിലും നായക്കുട്ടി കഴിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ വീട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ നിർദ്ദേശപ്രകാരം രാവിലെ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി കമ്പി മുറിച്ചുമാറ്റിയാണ് നായക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ദുബായിലെ പൂരക്കാലങ്ങൾ കഴിഞ്ഞു. ഇനി പെരുന്നാളിന്റെ വരവാണ്. ബാൻസെറ്റിന്റെ അകമ്പടിയിൽ തിങ്കളാഴ്ച വൈകിട്ട് ദുബായിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര ഗാനരചയിതാവായ ഹരിനാരായണനും മിഥുനും പെരുന്നാൾ അനൗൺസ്മെന്റ് ഉദ്ഘാടനം ചെയ്തു. 2026 ഫെബ്രുവരി 1 ഖിസൈസിലെ അമിറ്റി സ്കൂളിൽ കുന്നംകുളം പെരുന്നാൾ സീസൺ 2 അരങ്ങേറും. വത്സരാജ് നയിക്കുന്ന രാഗദീപം ബാൻസെറ്റും ചൊവ്വലൂർ മോഹനൻ വാര്യർ നേതൃത്വം നൽകുന്ന 51-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന ചെണ്ടമേളം, സ്ഫടികം ശിങ്കാരിമേളം, തമ്പോറുമുണ്ടാകും. പെരുന്നാൾ രാത്രി സംഗീത വിരുന്നൊരുക്കാൻ പ്രശസ്ത പിന്നണി ഗായകനും അഭിനേതാവും സംവിധായകനുമായ വിനീത് ശ്രീനിവാസന്റെ ബാൻഡും സ്റ്റീഫൻ ദേവസിയുടെ സംഗീതവും നടക്കും. കുന്നംകുളം പെരുന്നാൾ അനൗൺസ്മെന്റ് ചടങ്ങിൽ പഴഞ്ഞി പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് ഷാജു സൈമൺ, പെരുന്നാൾ കൺവീനർമാരായ സുനിൽ സിഗ്മ, റോഷൻ സത്യൻ, സറിൻ ചിരൻ, പബ്ലിക് റിലേഷൻ കോർഡിനേറ്റർ ബ്യൂട്ടി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്വാണ്ടം മെക്കാനിക്സിന്റെ 100ാം വർഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഭൗതികശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ദ ക്വാണ്ടം കണക്ട് 2025 എന്ന പേരിൽ നടത്തിയ വർക്ക്ഷോപ്പ് അക്കാദമി ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് കേരളയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സെബാസ്റ്റ്യൻ കൂത്തോട്ടിൽ ദ ക്യാറ്റിൻ ക്വാണ്ടം ലാൻഡ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഡോക്ടർ TD ശ്രീജ, ഡോക്ടർ നിഷാന്ത്, ഡോക്ടർ വിഷ്ണു, ഡോക്ടർ മനു, KK അഭിഷേക് എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ക്വാണ്ടം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പ്രബന്ധാവതരണ മത്സരം നടത്തി. സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികൾ 1ഉം 2ഉം സ്ഥാനങ്ങളും ശ്രീകൃഷ്ണ കോളേജ് വിദ്യാർത്ഥികൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി.
പാലുവായ് യുവനന്ദന അയ്യപ്പസേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കോതകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. വൈകിട്ട് 6 മണിക്ക് പാലുവായ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്ന് വാദ്യമേളങ്ങൾ, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പെഴുന്നള്ളിപ്പ് വിളക്ക് മണ്ഡപത്തിലെത്തി. ജയദേവൻ സ്വാമിയും മരത്തംകോട് മഠപതി അയ്യപ്പൻ വിളക്ക് സംഘവുമായിരുന്നു വിളക്കുപാർട്ടി. ഭരണസമിതി അംഗങ്ങളായ കെ വിജയൻ നായർ, കെ അപ്പുണ്ണി, സി മുരളീധരൻ, പി ദിബീഷ്, സി പ്രഭാകരൻ, പ്രേമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,945 രൂപ, പവന് 95,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 193 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.